ഇന്ന് നാം പരിചയപ്പെടുന്ന വിഷയം മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നതാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംശയമല്ല, മനുഷ്യരാശി തുടങ്ങിയ കാലം മുതൽക്കേ ഉള്ളതാണ്. അനേകായിരം ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടെത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നുമുണ്ട്. ക്രയോണിക് സസ്പെൻഷൻ എന്ന വിദ്യയെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭാവിയിൽ എപ്പോഴെങ്കിലും പുനരുജ്ജീവിപ്പിക്കാമെന്ന പ്രതീക്ഷയോടെ വളരെ തണുത്ത താപനിലയിൽ മനുഷ്യ ശരീരങ്ങളെ സംരക്ഷിക്കുന്ന രീതിയാണ് ക്രയോണിക്സ്. ക്രയോണിക്സിൻ്റെ പിന്നിലെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കാൻ ഒരു മഞ്ഞുമലയിലുള്ള തടാകത്തിൽ വീണു രക്ഷപ്പെടുന്നതിനു മുമ്പ് 1 മണിക്കൂർ വരെ തണുത്ത വെള്ളത്തിൽ മുങ്ങിയ ആളുകളെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ച് ചിന്തിക്കുക. മഞ്ഞുമൂടിയ വെള്ളം അവരുടെ ശരീരത്തെ ഒരു തരം സസ്പെൻഡ് ചെയ്ത് ആനിമേഷനാക്കി മാറ്റിയതിനാലാണ് അതിജീവിച്ചവർ അങ്ങനെ ചെയ്തത്. അവരുടെ മെറ്റബോളിസവും തലച്ചോറിൻ്റെ പ്രവർത്തനവും മന്ദഗതിയിലാകുകയും അവർക്ക് ഓക്സിജൻ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യും. മഞ്ഞുമൂടിയ തടാകത്തിൽ വീണതിനു ശേഷം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ക്രയോണിക്സ്. ഒന്നാമതായി, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ക്രയോണിക് സസ്പെൻഷൻ നടത്തുന്നത് നിയമവിരുദ്ധമാണ്. ഈ നടപടിക്രമത്തിന് വിധേയരായ ആളുകളെ ആദ്യം നിയമപരമായി മരിച്ചതായി പ്രഖ്യാപിക്കണം. അതായത് അവരുടെ ഹൃദയം അടിക്കുന്നത് നിർത്തിയിരിക്കണം. അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കും? ക്രയോണിക്സ് നടത്തുന്ന ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ നിയമപരമായി മരിച്ചു എന്നത് പൂർണ്ണമായും മരിച്ചു എന്നതിന് തുല്യമല്ല. തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുന്ന ഘട്ടമാണ് മൊത്തം മരണം. ഹൃദയം അടിക്കുന്നത് നിർത്തുമ്പോൾ നിയമപരമായി മരണം സംഭവിക്കുന്നു, പക്ഷേ ചില സെല്ലുലാർ തലച്ചോറിൻ്റെ പ്രവർത്തനം അവശേഷിപ്പിക്കുന്നു. നിങ്ങൾ സ്വയം ക്രയോണിക് സസ്പെൻഷൻ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ശരി, ആദ്യം നിങ്ങൾ ഒരു ക്രയോണിക്സ് ഫെസിലിറ്റി കാര്യത്തിൽ ചേരുകയും വാർഷിക അംഗത്വ ഫീസ് നൽകുകയും വേണം. തുടർന്ന് നിങ്ങളുടെ ഹൃദയം അടിക്കുന്നത് നിർത്തുകയും നിയമപരമായി മരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കാര്യാലയത്തിൽ നിന്നുള്ള ഒരു അടിയന്തര പ്രതികരണ ടീം പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു. ടീം നിങ്ങളുടെ ശരീരത്തെ സുസ്ഥിരമാക്കുന്നു. സസ്പെൻഷൻ കാര്യത്തിൽ നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ രക്തവും കുറഞ്ഞ പ്രവർത്തനം നിലനിർത്താൻ സഹായിക്കുന്നു. യാത്രക്കിടെ നിങ്ങളുടെ രക്തം കട്ടപിടിക്കുന്നത് തടയാൻ നിങ്ങളുടെ ശരീരം ഐസ് നിറച്ച ഹെപ്പാരിൻ കുത്തിവയ്ക്കുന്നു. ക്രയോണിക്സ് കാര്യത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വരവിനായി ഒരു മെഡിക്കൽ ടീം കാത്തിരിക്കുന്നു. നിങ്ങൾ ക്രയോണിക്സ് ഫെസിലിറ്റി കാര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥ മരവിപ്പിക്കൽ ആരംഭിക്കുന്നു. അവരുടെ രോഗികളെ ദ്രാവക നൈട്രജൻ ഒരു വാട്ടിലേക്ക് മാറ്റാൻ കഴിയില്ല, കാരണം അവരുടെ കോശങ്ങൾക്കുള്ളിലെ വെള്ളം മരവിപ്പിക്കും. വെള്ളം മരവിപ്പിക്കുമ്പോൾ അത് വികസിക്കുന്നു. ഇത് കോശങ്ങൾ കേടാകാൻ ഇടയാകും. ക്രയോണിക്സ് ടീം ആദ്യം നിങ്ങളുടെ സെല്ലുകളിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യുകയും പകരം ഗ്ലിസറോൾ അടിസ്ഥാനമാക്കിയുള്ള രാസമിശ്രിതം ഉപയോഗിച്ച് ക്രയോപ്രൊട്ടക്റ്റൻ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു തരം ആൻറ്റിഫ്രീസ് കുത്തിവെക്കുന്നു. ഡസൻ കണക്കിന് ആളുകളെ ക്രയോണിക് സൗകര്യങ്ങളിൽ സൂക്ഷിക്കുന്നു. ഒരുപക്ഷെ അവയിൽ ഏറ്റവും പ്രശസ്തമായത് ബേസ്ബോൾ ഇതിഹാസ താരം ടെഡ് വില്യംസനാണ്. യഥാർത്ഥത്തിൽ ആരും ക്രയോണിക് ഫെസിലിറ്റി വഴി വീണ്ടും ജീവിച്ചിട്ടില്ല. എന്നാൽ ഭാവിയിൽ ഇതിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. നമുക്ക് കാത്തിരിക്കാം.